ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? പലവക നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നാൾ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നേരം വെളുത്തപ്പോൾ എനിക്ക് ഇതാ കിട്ടിയത്, ബീഫും കിട്ടിയിക്കണേ. അപ്പം ഇനി എല്ലാവരും കടയിൽ പോയി ബീഫിൻ്റെ കടയിൽ പോയി കണ്ട് എനിക്ക് പലവക മതി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നല്ലൊരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും വന്നോളി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഇതിൽ ഈ കാണുന്ന പീസൊക്കെ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ്. ഇതുപോലെ ഒരു കുറുക്ക് അങ്ങോട്ട് തയ്യാറാക്കിയ കണ്ടമാനം ചോറ് അങ്ങോട്ട് അകത്താക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സൂപ്പർ റെസിപ്പിയാണ്. പൊറാട്ടയ്ക്കും പറ്റും, ചപ്പാത്തിക്കും പറ്റും, ചോറ്റിക്കും പറ്റും, ചാറ്റിക്കും ഒക്കെ പറ്റും. നമ്മളൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട്. ചെമ്പട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ചെമ്പട്ടിയിലേക്ക് നമ്മൾ പലവക ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ പലവക ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എനിക്ക് ഇപ്പം പലവക ഒറ്റക്ക് വാങ്ങാൻ മടിയില്ലോലും എന്ത് ചെയ്യുക, കുറച്ച് ബീഫാണ് വാങ്ങിപ്പോരുക. എന്നാൽ പിന്നെ പലവക മാത്രം വാങ്ങാനായിട്ട് ബീഫിൻ്റെ കടയിൽ പോയി തിരക്കിന്ന് ആരും പറയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതിയാവും. അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാരും വാങ്ങൂല. ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് തള്ളണ സാധനമാണ് ആളുകൾ. ആർക്കും ഇഷ്ടമില്ല. എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളിവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ബീഫിനെക്കാട്ടിലും ടേസ്റ്റ് ഇതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കണം. അപ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് 1 കിലോ ബീഫും കിട്ടിയിട്ടുണ്ട്. രണ്ടും ഇപ്പം കൊണ്ടുവന്നതാണ്. എന്നാൽ പിന്നെ നമ്മൾ രണ്ടും കൂടി മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. രണ്ടും അങ്ങോട്ട് കുഴച്ചാണ് മസാല തേക്കാനും അല്ല കേട്ടോ പോണത്. ഞാനൊരു റെസിപ്പി തയ്യാറാക്കാൻ പോവാണ്. ഇതിനങ്ങോട്ട് പകുതിയാക്കിയാണ് പകുതി ഫ്രിഡ്ജിക്കട് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ പലവക എടുത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ രണ്ടും ആയി നമുക്ക്. നിങ്ങൾക്ക് 1 കിലോ ബീഫ് വാങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കിലോ വാങ്ങണ്ട, 1/2 കിലോ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ബീഫ് 250 വാങ്ങിയാൽ മതി. മറ്റേത് 1 കിലോനാണ് വാങ്ങിക്കാളി. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിനെ പകുതിയാക്കാണ്. നല്ലോണം കിളുമ്പിയോട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലെല്ലാ പീസും നല്ല ടേസ്റ്റാണ്. പലവകത്തെ എല്ലാ പീസും ടേസ്റ്റാണ്. പിന്നെ ബീഫ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ആദ്യം അറിയണ തന്നെയല്ലേ. വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയിട്ടില്ലെങ്കിൽ അന്ന് വെള്ളിയാഴ്ച ആകൂല എന്നില്ല എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെള്ളിയാഴ്ച നേരം വെളുത്താൽ എനിക്ക് ബീഫ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. എന്തൊക്കെ മനസ്സിനൊരു അസ്വസ്ഥതയാണ്. കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ബീഫ് ഏതെങ്കിലും കിട്ടിയിരിക്കണേ, കേക്ക് അങ്ങോട്ട് വൃത്തിയാക്കിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രൂപത്തിലുള്ള കഷ്ണങ്ങളൊക്കെ എന്താ ടേസ്റ്റ് അറിയാം. എല്ലാ പീസുകളും നല്ല ടേസ്റ്റാണ്. ഇടയിൽ കണ്ടിലുകൾ നല്ല ബീഫും ഉണ്ട്. ഇനി നമ്മളൊരു തക്കാളി ഇങ്ങോട്ട് 1-2 തക്കാളി ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക. വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 എണ്ണം. എന്നിട്ട് നമ്മൾ എല്ലാതും കഴുകി വൃത്തിയാക്കിയിട്ട് തക്കാളിൻ്റെ മൂട അങ്ങോട്ട് ചെത്തി ഒഴിവാക്കിയിട്ട് ഈ ബീഫ് തീക്കാണ്ട് ഇട്ടെടുക്കുക. ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് പലവക. ഇതിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ എന്തിനാ പറഞ്ഞു തരുന്നത് ചോദിച്ചാൽ, വീഡിയോ വലിച്ചു നീട്ടല്ലേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഞാൻ തന്നെ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളോട് കാര്യമായിട്ട് പറയാം, ഇത് ബീഫല്ല, എന്താ പറഞ്ഞും തെറ്റാണല്ലോ റബ്ബേ. നമ്മളെ വലിച്ചു നീട്ടല്ല, കറക്റ്റ് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുക. തക്കാളി ഇട്ടുകാണ്ട് ഉപ്പിട്ട് കാണ്ട് അടച്ചേക്കുക. എങ്ങനെ അടുക്കള ജോലി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം, പെട്ടെന്നൊരു റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് കാണ്ടാണ് നമ്മൾ പോണത്. ചിക്കനല്ല, ബീഫ് തിളച്ചങ്ങോട്ട് പൊന്തിക്കോട്ടെ. തിളച്ചങ്ങോട്ട് പൊങ്ങണം എന്നില്ല, വെന്തോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിസിൽ 1, 2, 3, 4 ഒക്കെ വരുത്താം. ഉള്ളിയാണെങ്കിൽ മുളച്ചിക്കണേ. നിങ്ങളടുത്തുണ്ടോ അങ്ങനത്തെ മുളച്ച ഉള്ളി? എനിക്ക് ഈ ചെറിയ ഉള്ളി കിട്ടിയാൽ പിന്നെ ഒന്നിക്കും ഉള്ളി വേണ്ട, ആ കുളത്തിലാണ്. പിന്നെ എനിക്ക് ഉള്ളി തൂമിച്ചേണ്ട ആവശ്യം തന്നെ അല്ല. ഞാൻ ഉള്ളി തൂമിച്ചാൽ അതെങ്ങനെ ഉണ്ടാക്കും, ചെറിയ ഉള്ളിയാണെങ്കിൽ. എന്നാൽ വലിയ ഉള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം ഉള്ളി ഒഴിച്ച് കണ്ട് 2 ദിവസം കൊണ്ട് എൻ്റെ ഉള്ളിയാണ് തീരും. ഈ ഒരു ഉള്ളിയാണെങ്കിൽ തീരൂല മക്കളെ, തീരൂല, മുളച്ചങ്ങനെ കിടക്കും. ഏതായാലും ഉള്ളി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഏതായാലും ഇഷ്ടമല്ല. ഇഷ്ടമായാലും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആരും തൊലിച്ചരൂല. നമ്മളെ വരിയിൽ നമ്മൾ തന്നെ തൊലിച്ചേണ്ടി വരും. അതുകൊണ്ട് എല്ലാം കൂടി തൊലിച്ച് സെറ്റാക്കി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, എല്ലാം കൂടി ചതച്ചിട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കാൻ പോവാം. ചെറിയ മിക്സിൻ്റെ ജാറാണെങ്കിൽ ഇന്നാളെന്തോ അരച്ചുട്ടിയപ്പോൾ കേടം നിൽക്കണ്. നമ്മൾ വലിയ ജാറിൻ്റെ എടുത്തിക്കണ്. അരിഞ്ഞാൽ മതിയല്ലോ. അപ്പം ചുട്ടാൽ പോരെ, കുയ്യെണ്ണണോ എന്നുള്ളൊരു ചോദ്യം. അപ്പം ചുടലല്ലേ, അപ്പം തിന്നാൽ പോരെ എന്നുള്ള പറച്ചിൽ. ഏതായാലും പാടില്ല. മിക്സിയിൽ ഇങ്ങോട്ട് നന്നായിട്ട് അരിഞ്ഞിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുളക് പൊടി ആവശ്യത്തിന് ഇങ്ങോട്ട് വാരി വെതറിക്കോളി. നിങ്ങളെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുളക് പൊടിക്ക് അത്ര അളവ് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ മഞ്ഞൾപ്പൊടിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ മഞ്ഞൾപ്പൊടി കുറച്ച് നിറം കുറവാണ്, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മഞ്ഞൾപ്പൊടി എങ്ങനത്താന്നുള്ളത് എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അതുപോലെ ചെയ്യുക. പിന്നെ മല്ലിപ്പൊടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല. ആകപ്പാടെ ബീഫ് ഉണ്ടാക്കുമ്പോഴാണ് മല്ലിപ്പൊടി ഇരുന്ന്. ആ ഒരു ദിവസമെങ്കിലും മല്ലിപ്പൊടി നന്നായിട്ട് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അധികമായിട്ട് മല്ലിപ്പൊടി ഇടും. അല്ലാതെ മല്ലിപ്പൊടി കൊണ്ട് ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കലില്ല. മല്ലിപ്പൊടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഈ ബീഫിക്ക് ഞാൻ ഇടലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതും നിങ്ങൾക്ക്
മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് പാരുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ്, ഈ മസാല ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്തിനാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ മസാലയ്ക്ക് എന്തിനാ ഉപ്പിടണേ? എന്നാലല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി മസാല എങ്ങാനും തിന്നാൻ തോന്നിയാലോ, അപ്പോൾ അതിലൊരു തുള്ളി ഉപ്പുണ്ടാകട്ടെ എന്ന് അത് വിചാരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ബീഫ് വെന്തിക്കണോ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യണ്ടേ. പച്ചിറച്ചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് തിന്നുമ്പോൾ ഒരു രസമാണ്. ഏതായാലും തക്കാളി ഇങ്ങോട്ട് അലിഞ്ഞു പൊളിഞ്ഞ് പോയിക്കണ്. എങ്ങോട്ടാ ഈ തക്കാളി പോയത്? യാതൊരു അന്തും കഥയും കിട്ടില്ലല്ലോ പടച്ചോനെ, ഇതുവരെ എൻ്റെ തക്കാളി ഇങ്ങനെ ആയിട്ടില്ലല്ലോ. ഏതായാലും തൊലി അങ്ങോട്ട് വേർതിരിഞ്ഞ് കിട്ടീണ്. ഈ തൊലി ഉണ്ടല്ലോ പള്ളൻ്റെ ഉള്ളിൽ ചെന്നാൽ ക്യാൻസറിന് വരെ കാരണം. അതോട് ഈ തൊലി അകത്താക്കാൻ ആരും ശ്രമിക്കരുത് പ്രിയപ്പെട്ടവരെ. സാഹസികം കാട്ടി ഇതിൻ്റെ തൊലി ആരും കഴിക്കരുത് എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ. തക്കാളി അങ്ങോട്ട് നല്ല കൂത്തിയടിച്ചാളി, തൊലി അങ്ങോട്ട് ഒഴിവാക്കി കളി, അത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മൾ ചട്ടി അങ്ങോട്ട് വെക്കുക. നല്ലോണം ബീഫ് വെന്തിക്കണം കേട്ടോ. ഇത് നല്ല വേവുള്ള ബീഫേനി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയൊക്കെയാണ് വെന്തിക്കണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. വീണ്ടും വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ലോണം വെന്തിണ്. അതുകൊണ്ടാണ് ആ തക്കാളി നല്ലോണം അലിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. അപ്പം ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നുണ്ട്. വീഡിയോ ഞാൻ വലിച്ചു നീട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു തോന്നൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോ വലിച്ചു നീട്ടാൻ പറ്റില്ല, എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ഒരിതും കൂടി ഞാൻ നോക്കണ്ടേ, അതുകൊണ്ട് വലിച്ചു നീട്ടില്ല. ചട്ടിയാണ് വെച്ചു, ചട്ടിക്ക് എണ്ണയാണ് വെച്ചു. എണ്ണ അങ്ങോട്ട് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞാൽ ഇതിക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഒരു നുള്ളു പെരിഞ്ചീരകമാണെങ്കിൽ പൊടിച്ചതുമില്ല, മിക്സിൻ്റെ ജാറാണെങ്കിൽ കേടാണ്. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് കുറച്ച് പെരിഞ്ചീരകം ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കണ്ടമാനം ഉള്ളി അരിഞ്ഞ് കണ്ട് ഇടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഈ തൂമിച്ചുന്ന സമയത്തെങ്കിലും കറക്റ്റ് നമ്മൾ ചെയ്തിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, നല്ലോണം അരച്ച് തയ്യാറാക്കി വന്നിട്ടുണ്ട്. അരപ്പ് നിങ്ങൾക്ക് കാട്ടിത്തരുമോ ഇല്ലേന്ന് ചോദിച്ചാൽ കാണിച്ചു തരും ഞാൻ, അരപ്പ് ഏത് രൂപത്തിൽ അയക്കണമെന്ന്. സുജാതൻ്റെ മിക്സിൻ്റെ ജാറാണ്, അതുകൊണ്ട് അരിഞ്ഞിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. അപ്പം ഞാനിവിടെ കരിയേപ്പിൻ്റെ ഇട്ടിന്. കരിയേപ്പിൻ്റെ ഇല തെറ്റിയാണ്, കുറച്ചും കൂടി ശുദ്ധ മലയാളം കലക്കുമ്പോൾ തെറ്റിപ്പോവുക. കണ്ടോ, അരച്ചീന അരപ്പ് ഈ കോലത്തിലാണ് നമുക്ക് കിട്ടിയത്. ഈ അരപ്പുമായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചാൽ എങ്ങോട്ടും പടപട നിൽക്കി. ഞാൻ അപ്പം പറഞ്ഞുതരാം. ഈ അരച്ചീന അരപ്പുണ്ടല്ലോ, നമുക്ക് ഇതിക്കട് ചേർക്കണം. ചേർത്തിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കണം. അതിന് ഉള്ളി നല്ലോണം മൂക്കണം. മൂക്കാത്ത ഉള്ളിക്ക് കൊണ്ട് ഇത് ചേർത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയണം. എന്തിനാ ചോദിച്ചാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നന്നാകാതിരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ നേരത്തെ അരച്ചപ്പോൾ ചേർക്കാതെ ഇരുന്നത് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ആ കുരുമുളക് പൊടി അതിക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിക്ക് അരച്ചീന അരപ്പുണ്ടല്ലോ, ഇതിക്കാണ് ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റാണ് ഈ അരപ്പ്. ഇനി ഈ അരപ്പിൻ്റെ പച്ചക്കുത്ത് അങ്ങോട്ട് മാറണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ബീഫ് വെന്തിക്കണമെന്നല്ല, ഇതൊക്കെ ബീഫിലെങ്ങാനും പിടിച്ചൂലേ, ആ സംശയം കൂടി ഞാൻ തീർത്തരാം. അപ്പോൾ ഇതിക്ക് കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഇടയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഉറ്റിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫിൻ്റെ കുക്കർക്കാണ് പാളി വെക്കും. അതിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം അതിക്കാണ് ഒഴിച്ചു കൊടുക്കും. പിന്നെ മിക്സിൻ്റെ ജാറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊണ്ടുവരും, അത്ര തന്നെ. അപ്പോൾ ഈ ബീഫിൻ്റെ വെള്ളം ചേർക്കണം എന്തിനാ വെച്ചാൽ കുറച്ച് ചേർത്താൽ മതി. എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ചേർക്കണം എന്തിനാ വെച്ചാൽ ഇതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറേ വെള്ളം പറഞ്ഞാൽ അതിൻ്റെ പച്ചക്കുത്ത് മാറൂലല്ലോ, അതുകൊണ്ട് അങ്ങനെയും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മസാലൻ്റെ പച്ചക്കുത്ത് മാറിയിട്ട് നല്ലൊരു സുഗന്ധം ഇതിൽ നിന്ന് പരന്ന് വീശുന്നുണ്ട്. എന്താ പറയേണ്ടത്, എനിക്ക് വാക്കുകളും കിട്ടുന്നില്ല. ആ വെന്തീന് ബീഫ് ഉണ്ടല്ലോ, ഇതിക്കാണ് തട്ടി കൊടുക്കുക. ബീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. പലവക ബീഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. നല്ലൊരു കുറുക്ക് രൂപത്തിലുള്ള ഒരു കറി നമ്മൾ തയ്യാറാക്കാൻ പോവുക. ചപ്പാത്തിക്കോ പൊറാട്ടിക്കോ എന്താണ് പത്തിരിക്കോ എന്താ പറയാൻ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ മസാല പിടിച്ചൂലേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ? നിങ്ങളെപ്പോലെ സംശയം എനിക്കും ഉണ്ടാവില്ലേ? അതുകൊണ്ട് നമ്മൾ ആ സംശയം തീർത്തരാം. അപ്പം നമ്മളൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നല്ലോണം തീക്കട് പിടിച്ചും. അപ്പം നമ്മൾ ഉള്ളി വെച്ച് കാണാൻ നമ്മൾ നേരം കളയരുത്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്, ഇത്രയും കാലം കാണിച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ്. ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, കണ്ടമാനം ആളുകളിലേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങളോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആരോടാ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വീഡിയോ വലിഞ്ഞ് നീളുന്നു. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. കുക്കറല്ല, നമ്മൾ ഈ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഇപ്പം നമ്മളെ കറി ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിലായിക്കണം. മസാലയൊക്കെ ഇതിമാട് പൊടിച്ചിട്ട് ഇങ്ങോട്ട് സെറ്റായിട്ട് ഇതിനൊരു മണം അങ്ങോട്ട് വന്നിട്ട് ഞാൻ ചോറങ്ങോട്ട് വിളമ്പാൻ പോകും. അത്ര തന്നെ എനിക്കറിയുന്നുള്ളൂ. പിന്നെ 2 പച്ചമുളക് എന്തിനാ ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ചോദ്യത്തിനുള്ള തീരുമാനം ഞാൻ തന്നെ പറഞ്ഞുതരാം. പച്ചമുളകിൻ്റെ കുരു തീക്കാൻ ചാടാൻ പാടില്ല.
കുരു തീക്കടെ ചാടിയാൽ കുട്ടിയൊക്കെ എരിഞ്ഞിട്ട് ഓലിങ്ങോട്ട് പായും. കാരണം അധികം മുളകും പൊടിയും കുരുമുളകും പൊടിയും ഒക്കെ പാടിട്ടിക്കാണ് ചെറിയ കുട്ടിയൊക്കെ നമുക്ക് കൊടുക്കാമല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ ഈ മുളകിൻ്റെ കുരു ഉണ്ടല്ലോ അതിലേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇന്ന് ആ പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു വേറെ ലെവലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലിങ്ങോട്ട് വാടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ഇട്ടുകാണ്ട് കുറേ നേരം ഇട്ട് വാട്ടാൻ നിൽക്കണ്ട. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓഫാക്കാവുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടല്ലോ കറിയും കൂട്ടി ചോറങ്ങോട്ട് വിളമ്പും. ചോറാണെങ്കിൽ വെന്ത് അലിഞ്ഞ് പുളിഞ്ഞിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് കഴിക്കണം നല്ല ടേസ്റ്റ്. നല്ല പീസുകൾ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഈ നല്ല പീസുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പീസുകളൊക്കെ തിരയും ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് റെസിപ്പി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വന്ന് ഉണ്ടാക്കിക്കോളി. നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എനിക്കിഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ല സൂപ്പർ റെസിപ്പിയാണ്. എനിക്ക് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ഞാനും കഴിക്കില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കഴിക്കുള്ളൂ. മക്കളിങ്ങനെ ഒരു പ്ലേറ്റാണ് കിട്ടിയത് പ്ലേറ്റ് ഏതായാലും വേണ്ടില്ല. നമ്മളങ്ങോട്ട് ചൂടുള്ള ചോറങ്ങോട്ട് വിളമ്പിയിട്ട് ഇതിക്ക് കൈ അങ്ങോട്ട് തൊടാൻ കഴിയില്ല. ആ കോലം ചൂടാണ്. ബിസ്മിയൊക്കെ ചെല്ലി അങ്ങോട്ട് തിന്നുകണ്. ഏതായാലും എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല സൂപ്പർ റെസിപ്പി അടിപൊളി ഫാൻറ്റാസ്റ്റിക്. ഞാൻ ഉണ്ടാക്കിയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. എൻ്റെ വീഡിയോ വലിച്ചു നീട്ടല്ല. ഇനി നമുക്കൊരു ബോച്ചൻ്റെ പരസ്യം കൂടി നടത്തല്ലേ. ബോച്ചെ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ എത്ര കാലമായി നിങ്ങളുടെ വീഡിയോ കൊണ്ട് പരസ്യം നടത്തുന്നു. ബോച്ചെ നിങ്ങൾ അവിടെ പോയി കുത്തർക്ക. ഞങ്ങളൊന്ന് കണ്ടാണ് ഈ വീഡിയോ. ഞങ്ങൾ ഇതിന് മുമ്പ് 1-2 കിലോ ചായപ്പൊടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഞങ്ങളെ കയ്യിലുള്ള 1 കിലോ ആണ്. കുട്ടി കണ്ടോ പറയുന്നത് കേട്ടോ. ബോച്ച കീ ജയ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഞാൻ ജയ്യൊക്കെ വിളിപ്പിച്ച് ഇവിടെ അയലോകത്ത് കൂടെ മുഴുവനും വാങ്ങാൻ പറഞ്ഞ് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്ന് കാലത്ത് എൻ്റെ വീഡിയോ കാണാം. അതാ എനിക്ക് പറയാനുള്ളത്. നമ്മൾ 20 കൂപ്പൺ ഉണ്ടോല്ലേ നമ്മളെ മൂപ്പരാക്കെ കൊണ്ടുവന്നതാണ്. എനിക്കാണെങ്കിൽ ഈ ബോച്ചാട്ടി ഇല്ലാതെ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ചായപ്പൊടി ഏതിട്ടാലും ടേസ്റ്റ് ഇല്ല. നല്ല സ്ട്രോങ് പൊടിയാണ്. അതുകൊണ്ടാണ് കാണിക്കണത്. പാലൊക്കെ പറഞ്ഞുകൊണ്ട് പാൽ ചായയൊക്കെ കഴിക്കാൻ വേണ്ടി സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് പറഞ്ഞു അറിയിക്കാൻ വാക്കുകളില്ല. നല്ല പൊടിയാണെന്നാണ് പറഞ്ഞു വേണ്ടത്. ഇനി ഈ ബോച്ചൻ്റെ അടുത്തൊന്ന് ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കൊണ്ടുപോയി എത്തിച്ചാണെങ്കിൽ അയാളൊന്ന് കാണട്ടത്. കുറെ കാലമായി നമ്മളിതിങ്ങനെ പരസ്യം ഷെയർ ചെയ്യുമ്പോൾ അതിലാണെങ്കിൽ നല്ലൊരു ബീഫിന്റെ കറിയല്ലേ. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ വന്നത്. നല്ലൊരു ബോച്ചാട്ടിയും കൂട്ടത്തിൽ എന്താ പറഞ്ഞ് അറിയിക്കണ്ടേന്ന് അറിയില്ല. ബോച്ച ഈ വീഡിയോ നിങ്ങൾ കണ്ടോളി. കണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബീഫ് പലവക നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കണം. നിങ്ങൾക്കും പഠിച്ചാലോ. ഞങ്ങൾക്ക് മാത്രമൊന്നല്ല എല്ലാവർക്കും പറ്റുമല്ലോ ബീഫ്. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കൊണ്ടാണ് ബോച്ചൻ്റെ കയ്യിലെത്തിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് അതല്ല പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഷെയർ ചെയ്താൽ മതി എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഈ വീഡിയോ എത്താൻ. എനിക്കിപ്പോൾ ബോച്ചൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും അല്ല നല്ലൊരു ചായപ്പൊടി കിട്ടിയില്ലേ അത് വേറെ ലെവലാണ്. പിന്നെ എന്താണ് പറയാല്ലേ ടിക്കറ്റൊക്കെ മൂപ്പരാക്ക പോക്കറ്റിൽ ഇടുന്നു. ഇനി ഇത് നറുക്കെടുപ്പിട്ട് കിട്ടിയിട്ട് നമ്മളൊക്കെ അറിയാതെ പോകാവോ അതാ എനിക്കറിയില്ല. ഏതായാലും നമുക്ക് പിന്നെ ഇതിൻ്റെ കൂപ്പൺ സെർച്ച് ചെയ്ത് 10-11 മണിയാവോളം ഉറക്കൊഴിച്ചാനൊന്നുമില്ല. ഈ ക്ഷമാപൂർവ്വം കാത്തിരിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. കാരണം അങ്ങനെ ഉറക്കൊഴിച്ച് കണ്ട് കാത്തു തുറന്നീനി ഞാൻ. അതിലാകെ 2 100 അടിച്ചിട്ടുണ്ടായിനി. പിന്നെ ഒന്നും ഉണ്ടായില്ല. ഏതായാലും ചായപ്പൊടി നല്ലതാണല്ലോ എന്നുള്ള റാഹത്തിൽ നമ്മളങ്ങോട്ട് കടന്നുറങ്ങി. അല്ലാത്ത കാട്ടുന്നത് പിന്നെ നമുക്കൊന്നും പറയാനല്ലോ. ചായപ്പൊടി നല്ലതാവുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മൂപ്പരാകാക്ക് എല്ലാം കൂടി ഇതിൽ ഇട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിലും 10 ലക്ഷം ഉണ്ടെങ്കിലോ പറയാൻ പറ്റൂലേ. ഓരോ ദിവസം ഓരോ നറുക്കെടുപ്പ് ഇങ്ങനെ കൂപ്പൺ കീറിയിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പം ഓരോ ദിവസം 10 ലക്ഷം ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. ഭാഗ്യം ഏത് വഴിക്കാണ് വരിക എന്നറിയില്ല. ഏതായാലും നിങ്ങൾ ഷെയർ ചെയ്താളി വീഡിയോ. അല്ലാതെ എന്ത് ചെയ്യാനാ. എനിക്കിപ്പോൾ അത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് നിങ്ങളോട് എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. അപ്പോൾ ചായ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചായ എങ്ങനെയുണ്ട് 2 കയ്യിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഞാൻ. ചായ ചൂടാണ്. ഒരു കയ്യിലിട്ടപ്പോൾ ആ കയ്യിൽ പെരും ചൂട്. പിന്നെ അടുത്ത കയ്യിലെടുത്ത് ഇളക്കണാണ് നിങ്ങൾ കാണുന്നത്. നല്ല ലെങ്കി മറി ചായ. ഈ ഒരു ചായ നിങ്ങൾ ഉണ്ടാക്കുന്ന ചായക്ക് കിട്ടുമോ? ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ചായപ്പൊടി കൊണ്ട് ആ ചായപ്പൊടിൻ്റെ ലെവൽ നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോച്ചൻ്റെ ചായപ്പൊടിയാണ് ഇത്. കണ്ടോളി എല്ലാവരും കണ്ടോളി. ഇനി നമ്മൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഇനിയും വാക്കുകൾ കിട്ടില്ല. ഇനി നമുക്ക് ക്ലാസ് കണ്ട് നേരത്തെ ഒഴിച്ചണ്ട കേട്ടോ. ഒരു ചെമ്പട്ടിയിൽ നിന്ന് ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചാൽ മതി. നേരത്തെ ഒഴിച്ചുമ്പോൾ അതിന് ആകപ്പാടെ വീതം കൂടെ ചിന്തും. അപ്പം നമ്മളെ നല്ലൊരു ചായയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഈ ചായയല്ല ബോച്ചാട്ടി ചായ നോക്കിയാണ് അതിൻ്റെ ഒരു ലെങ്കൽ. ആ സൈഡിൻ്റെ ഗ്ലാസിൻ്റെ ബാക്ക് കൂടെ ഒന്ന് നോക്കിയൊക്കെ എന്തോ ഒരു ലെങ്കലാണ് ആ ചായക്ക്. ഒരു കൂടുതൽ കളറ് എന്ന് പറഞ്ഞാൽ ചായപ്പൊടിൻ്റെ കളറാണ്. ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരാളെക്കുറിച്ച് കൂടുതൽ പരസ്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ എന്നോട് പുറത്തേക്ക് ഇടലേക്കാരെ പോയിക്കാ ചുടുന്നു. എൻ്റെ പരസ്യം കേൾക്കല്ല. എനിക്ക് പരസ്യത്തിനെ കഴിക്കണമെന്ന് ചോദിച്ച് പുറത്തേക്ക് ഇടും. കായിട്ട് കിട്ടലും ഉണ്ടായില്ല. പരസ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ചായയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ള ചായ. അത്രേ ഉള്ളൂ. ഓക്കെ.
ഇനി അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഇന്നത്തെ റെസിപ്പി അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാക്കിക്കോളൂ. ഇത് നമ്മൾ മറക്കരുത് കേട്ടോ. പലവക ഈ ഒരു റെസിപ്പി നിങ്ങൾ മറക്കരുത്. പലവക കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ആളുകൾ പകുതിക്കുന്നു എൻ്റെ വീഡിയോ കാണുമല്ലോ ഉണ്ടാവും, പറയാൻ പറ്റില്ല എവിടുന്നാ കാണുന്നത്. അതുകൊണ്ട് വീണ്ടും പറയാണ്, നല്ല ടേസ്റ്റാണ് പലവക.